ജൈവ പച്ചക്കറിയാണ് സുമ്മാവാ. ചേട്ടാ പഴമാണോ? അമ്മായി അവിടെ കൊണ്ടുപോകാൻ വെച്ചതാ. അത് കുഴപ്പമൊന്നുമില്ല, കഴിയടി. ഒന്ന് കഴിക്കാല്ലേ? 1, 2, 3, 4 എത്ര വേണമെങ്കിലും കഴി. ഇത് ജൈവ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ച സാധനമാണ്, ജൈവമാണ് ഐറ്റം. ജൈവോ? ഓ, ജൈവം എന്ന് പറഞ്ഞാല് ഈ വിഷമടിക്കാത്ത പച്ചക്കറി. ആ സാധാരണ നമ്മൾ കഴിക്കണ പച്ചക്കറിയിലൊക്കെ വിഷമടിക്കും. അപ്പൊ നമ്മള് മരിച്ചു പോലേ? മരിച്ചു പോലേ? ഇടി നമ്മളെ കൊല്ലാനുള്ള വിഷമല്ല, അതിനാണെങ്കിൽ എത്ര പേര് ചാവണം. അതല്ല, നമ്മൾ വണ്ടിനെയൊക്കെ ഓടിക്കാൻ വേണ്ടി പച്ചക്കറിയിട്ട് വിഷം അടിക്കും. അങ്ങനെ വിഷം അടിക്കുമ്പോൾ അതൊക്കെ ഓടിപ്പോവും. പക്ഷെ നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല, പക്ഷെ കുറേ കഴിച്ചാൽ പ്രശ്നം വരും. സീസൺ അങ്ങനെയല്ല. അമ്മായി കണ്ട് ഒരിടത്ത് കൊടുക്കാൻ വാങ്ങിച്ചു വെച്ചല്ലേടാ. നിനക്ക് വേറെ എന്തൊക്കെ ഇവിടെ കഴിക്കാനുണ്ട്? ഇത് എന്നെ കഴിക്കണോ നിനക്ക്? എന്തൊരു കഷ്ടം പാടു. എവളടുത്ത് എത്ര തവണ പറഞ്ഞാന്നറിയാം. അവളാണെങ്കിൽ എന്നാണ്ട് ഈ മൂലക്കിരുത്തി കൊല എന്റെ നെഞ്ചത്ത് വെച്ചിട്ടാണ് അവള് ഇരിഞ്ഞിരിഞ്ഞ് കഴിക്കണേ. ഇതൊക്കെ അവള് കഴിച്ചിട്ടിട്ടാ തൊലിയാ. കണ്ടാ അവളാ പറഞ്ഞേ ഇത് മറ്റേ ജൈവ പച്ചക്കറിയാണ്, ജൈവ കൊലയാണ്, ഇത് കഴിച്ചാൽ കുഴപ്പമൊന്നും വരില്ല, വിഷം അടിക്കാത്ത സാധനമാ ചേട്ടാന്ന് അവളാ പറഞ്ഞേ. എന്തോന്നടാ കൊലയുടെ അവസ്ഥ നോക്കി, എല്ലാം പോയി. എടാ ഒരിടത്ത് കൊടുക്കാൻ വാങ്ങിച്ചു വെച്ചിരുന്നല്ലേടാ. കുറച്ച് മാനേഴ്സ് ഉണ്ടോ നിനക്ക്? അത്രയും പഴുത്ത കൊല മേടിച്ചോ നാട്ടിയതാ. ഇരിഞ്ഞിരിഞ്ഞ് വീണുണ്ടോ? അങ്ങനെ ഇപ്പൊ ഇരിഞ്ഞു വീണാലും അവിടെ കൊണ്ട് കുറക്കി കൊടുക്കാൻ പറ്റുമോ? കഴിക്കാനല്ലേ പറ്റുമോ? അങ്ങനെ ഇരിഞ്ഞു വീണപ്പോ പാറ കണ്ടപ്പോ പാറ തന്നപ്പോ ഞാൻ കഴിച്ചു. നോക്കില്ലേ, കൃപാന്തന്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ച കൊലയാണ്. അതെല്ലാം എടുത്ത് തിന്നിരിക്കണവൻ. എന്താണ് ഇത്? കുറച്ച് മര്യാദ കാണിക്കണ്ടേ യേശു? എന്റെ പാറു അവനോ വിവരമില്ല. ബെസ്റ്റ് കഴിക്കുന്നത് വയലിടത്. എന്നെ ഇങ്ങ നടക്കുത്? കൃപാന്തന് അവിടെ കൊടുക്കാൻ വാങ്ങിച്ചു വെച്ച കൊല അവ എടുത്ത് തിന്നിരിക്കണവൻ. ചിരിക്കണം എന്തിനാണ് അതിന്? അവനോട് പസി എന്നെടുത്ത് തിരിച്ച എല്ലാം കണക്ക് തന്നെ ഇവിടെ എല്ലാം. 2 പഴം എടുത്ത് ഞാൻ കഴിച്ചെന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നും വരില്ല. കൊല കൊണ്ടുപോയി കൊടുത്താൽ മതി, പ്രശ്നം കഴിഞ്ഞില്ലേ? നിനക്ക് പ്രശ്നമല്ല, പക്ഷെ എനിക്ക് പ്രശ്നമാണ്. എന്താണ് മക്കളെ പ്രശ്നം? കൃപാതിന്റെ വീട്ടിൽ കൊടുക്കാൻ വെച്ചിരുന്ന പഴക്കൊലയെന്ന് അവൻ പഴം എടുത്ത് തിന്ന്. മോനെ കേശു, നിനക്കറിയാമായിരുന്നു ഇത് കൃപാന്തിന് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണെന്ന്? അറിയായിരുന്നു അമ്മൂമ്മ. പക്ഷേ എന്തു പക്ഷേ? നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ മകനെ. നീ ഇത്രയും വളർന്നില്ലേ? അമ്മൂമ്മ, ഇനി ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കാം. നിനക്ക് 2 അടി കിട്ടാത്തതിന്റെ കുറവുണ്ട്. അമ്മൂമ്മക്ക് എന്താ പറ്റിയേ? കിളിയൊക്കെ പോയാ? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ കൃപാന്തന്റെ വീട്ടിൽ ഏത് കൊല എടുത്ത് കൊടുക്കും? കൊലയല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഇവിടുത്തെ മെയിൻ പ്രശ്നം കനകാന്റി അമ്മൂമ്മയാണ്. അപ്പോ നിങ്ങൾ സീരിയസ് ആയിരുന്നല്ലേ? ஆமா, நாங்க ரொம்ப சீரியஸ் தான்.
എന്നാലും അമ്മൂമ്മ എന്താണോ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയത്? ഒരുമാതിരി ആൾദൈവമൊക്കെ സംസാരിക്കുന്ന പോലെ. ആൾദേവും പടവലം ഭവാനിയമ്മ കൊള്ളാല്ലേ? കുറച്ച് സംഭവം ഉണ്ടേ, ഞാൻ പറയാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.